കുഞ്ഞെ, കണ്ണപ്പുറത്ത് തമ്പുരാൻ എത്തിക്കഴിഞ്ഞു. എവിടെ? അവിടെ അമ്മയോടൊപ്പം ഇരുന്ന് എന്തൊക്കെയോ ചൊല്ലുന്നു. കുഞ്ഞു മുതിർന്ന പിന്നെ തമ്പുരാനെ കണ്ടിട്ടുണ്ടോ? ഇല്ല ഉമ്മണി. ആദ്യമായി കാണുമ്പോൾ എന്തു പറയണം? ആഹാ, ഒന്നും പറയരുത്. ഇങ്ങനെ തല കുനിഞ്ഞ് കരളിനകത്ത് തിറയ്ക്കുന്ന ഒരു നോട്ടം രണ്ടുപേർക്കും കുളിര് പോരണം. എങ്ങനെയാ ഈ കെണിയിൽ നിന്നും രക്ഷപ്പെടുക? ഇവിടെ കല്യാണത്തിനുള്ള തയ്യാറെടുക്കലും കുടമുറിയും ആകെക്കൂടി ഒരു ബഹളം തന്നെ. അവിടെ ആയിക്കൊള്ളട്ടെ, അവിടെയും മധുരതും മതിയറയും കൊണ്ടാണ്. കുഞ്ഞു പഠിപ്പിൽ നിന്ന് കണ്ണു പറിക്കാതെ കാത്തു നിൽക്കുകയായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, പഠിപ്പുരയിൽ മുറക്കൊണ്ട് കാത്തു നിൽക്കും, കൂടെ എന്റെ ഉണ്ണി ഉണ്ടായിരിക്കും. എന്തെങ്കിലും ഒന്ന് ചോദിച്ചോ? എനിക്ക് എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? കൊണ്ടുവന്ന് ഇതുവരെ കൊടുത്തില്ലേ? ഗോരോചന, കസ്തൂരി, കന്മദം, മാതളപ്പഴ. വെറുതെ ഓരോന്ന് പറഞ്ഞ് അവൾ ആദ്യ പിടിപ്പിക്കല്ലേ. കുഞ്ഞിദേവി, നീനൊക്കെ അവളെ തന്നെയാ കൊണ്ടുവന്നിരിക്കുന്നത്. കണ്ണപ്പനുണ്ണി, നിനക്ക് കുട ഒരു നിശ്ചയിച്ചു. ഇന്നേക്ക് 15-ാം ദിവസം. ഇന്നലെ എന്റെ ജീവിത സാഫല്യം അടഞ്ഞ ദിവസമായിരുന്നു. നേരം വെളുക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച ദിവസമായിരുന്നു. ഓം ഗുരുവേ നമഃ. വേഗം വരും, തോഴികൾ വരും മുമ്പേ വേഗം വരും. എവിടെ? എന്തിന്? പൊന്നിയമ്മ ഉറക്കത്തിൽ വല്ല സ്വപ്നവും കണ്ടതാണ്. ഓം ഗുരുവേ. കളി പറഞ്ഞു നിൽക്കാൻ സമയമില്ല, വരും. ഇന്നലെ നമ്മൾ ഭയന്ന മനസ്സുമായിട്ടാണ് ഒരുമിച്ചുറങ്ങിയത്. ഇന്ന് നമുക്ക് സുഖമായിട്ടുറങ്ങണം. എന്താ? ഞാൻ ഇന്നലെ കൂടെ അന്തി ഉറങ്ങിയെന്നു. എവിടെ? എപ്പോ? ഞാൻ ഈ അറിയൊന്നും ഇന്നും പോയിട്ടില്ല. എന്ത്? നിങ്ങൾ സത്യമാണ് ഈ പറയുന്നത്? നിങ്ങൾ എന്റെ കൂടെ അന്തി ഉറങ്ങിയില്ലേ? ഇല്ല. നിങ്ങൾ ദക്ഷിണ തരാൻ എന്റെ അറിയിലെത്തിയില്ലേ? ഇല്ല, ഇല്ല. ഒരമ്മയും 2 മക്കളുമെന്ന് ഭാവിച്ച് ഇവിടെ വന്നവർ പുരുഷന്മാരായിരുന്നു. എന്ത്? ഇതാ നോക്ക്, അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ കത്തി. പുത്തൂരം വീട്ടിലെ കണ്ണപ്പനുണ്ണി വക. പൊന്നിയമ്മേ, എന്താണ് കാര്യം? പറയൂ. ഒന്നും പറയണ്ട. എന്നെ വെട്ടിക്കൊല്ലും, എന്നെ വെട്ടിക്കൊല്ലും. സത്യം പറയുന്നു. നിങ്ങൾ ആരാണ്? പുത്തൂരം വീട്ടിലെ കണ്ണപ്പനുണ്ണിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്തെന്ന് ചൊല്ലേന്? എനിക്കൊന്നും അറിയില്ല. എനിക്കുള്ളതെല്ലാം എന്റെ ഗുരുവാണ്. കുട്ടിയമ്മയെ, ഈ പെൺമണി കോട്ടയിൽ ആണിന്റെ മായവും മന്ത്രവും ചതിയും കൊടികുത്തിക്കഴിഞ്ഞു. ഈ കോട്ടയിൽ കിടന്ന ആ മായക്കാരനെ തേടി പിടിച്ച് പകരം വീട്ടാതെ ഈ പൊന്നിയമ്മ അടങ്ങില്ല. കുട്ടിയമ്മേ, ഇതിനൊക്കെ കാരണക്കാരനായ ഈ ദ്രോഹി ആയിട്ട് കൂട്ടി. ഉമ്മണി, നീ എന്നെ ഒന്ന് സഹായിക്കണം. അതെന്താ? എന്നെ വിശ്വാസമല്ലേ? ഇല്ല തമ്പ്രാ, ഇല്ല. അയ്യോ, എന്നെ തമ്പ്രാണെന്ന് വിളിക്കരുത്, എനിക്ക് നൊമ്പരമാ. കൊള്ളാം. കണ്ണപ്പനുണ്ണി തമ്പ്രാന്റെ ഉത്തരത്തോഴൻ തങ്കക്കുട എവിടെ കിടക്കുന്നു? ഈ ഉമ്മണി എവിടെ കിടക്കുന്നു? നീ എവിടാ കിടക്കുന്നേ? നിങ്ങളെല്ലാം വലിയവരാ. എനിക്ക് എന്തെങ്കിലും വന്നുപോയാ ഒരപ്പരയെ കിടക്കാനും കുഞ്ഞിനെ പാളെ ഒഴുക്കാനും എന്നെ കൊണ്ട് വയ്യ. അപ്പോ കുടമുറി കഴിയാതെ ഞാൻ വിളിച്ചാൽ നീ വരില്ലേ? കുടമുറി കഴിഞ്ഞാലും നിങ്ങൾ വിളിച്ചാൽ ഞാൻ വരത്തില്ല. അയ്യോ, അതെന്താ? എനിക്ക് അത് പേടിയാ. ആരോ വരുന്നു. എവിടുന്ന് വരുന്നു? പുത്തൂരം വീട്ടിലെ കണ്ണപ്പനുണ്ണിയെ കാണാനെത്തി. പേര് ചന്തു. കണ്ണപ്പനുണ്ണി അടിഞ്ഞു വെച്ചാണ് പേരിട്ടിരിക്കുന്നത്. കണ്ണപ്പനുണ്ണി കേവലെന്ന് പറയുന്നത്. ക്ഷമിക്കേ. കടത്തനാട്ടിൽ കൊടികുത്തി വാഴുന്ന മാമംഗലം പൊന്നി എന്ന പെണ്ണിനോടും ദുർഗാദാസ് എന്ന മർവനോടും അംഗം കുറിക്കാൻ കണ്ണപ്പനുണ്ണി ചെറുവേറെ ക്ഷണിക്കാനെത്തിയതാണ്. മാമംഗലം പൊന്നി, ദുർഗാദാസൻ. ഇവിടെ ഇരിക്കുന്നു. തമ്പുരാട്ടികളെ,
ഇനി വരീ. അറിഞ്ഞോ വിശേഷം? ചന്തു എന്ന് പേരുള്ള ഒരു വീരനെത്തിയിരിക്കുന്നു. ചന്തു എന്തിന്? ദുർഗാദാസിനോടും പൊന്നിയമ്മയോടും അംഗം വെട്ടാൻ കണ്ണപ്പനെ തേടി. പൊന്നിയോ? ഞാനോ? ഇതിനെന്തോ ആപത്തുണ്ട്. എന്താ വേണ്ടത്? ഒരു കാര്യം ചെയ്യും, അവരെ ആ അറയിലേക്ക് മാറ്റും. ഇതെല്ലാം ആലോചിച്ചതിന് ശേഷം നമുക്ക് വേണ്ടത് ചെയ്യും. ഞങ്ങള് കാട്ടുപുറവന്മാരാ. ഊരു ചുറ്റി നടന്ന് മോഹലക്ഷ്ണം നോക്കി പറയുന്ന പാവങ്ങളാണേ. ഞാൻ ഈ കുടിൽ വന്ന കാര്യം നടക്കുമോ എന്ന് പറ. ചൊല്ലട്ടെ തമ്പുരാ. മനസ്സിനകത്തൊരു പെണ്ണിനെ കണ്ടിട്ടുണ്ട്. ഉണ്ട് ഉണ്ട്. ചന്തു, ഇപ്പൊ നാട് കൊള്ളാമല്ലോ. അവളെ കിട്ടാനെ കൊണ്ട് ഒരു അംഗം കുറിക്കാനല്ലേ തമ്പുരാൻ ഇവിടെ എത്തിയത്. ആ അംഗച്ചേവരെ കിട്ടുമോ കുറവാ? കിട്ടും. തല പോയത് തന്നെ. കണ്ണപ്പനുള്ളി ചേകവർ കടലിൽ തൊഴാനിരുന്നു പോയി. വരും, നമുക്ക് അറയിലേക്ക് ഇരിക്കാം. ഉണ്ണി, ഈ കുറവിന് വല്ലതും കൊടുക്കൂ. ഇട കുറവാ. ഈ കൊച്ചമ്മയ്ക്ക് കൊടവ കൊട എന്ന് നടക്കുന്നു ചൊല്ലി. കൊടവ കൊട ഒട്ടന്നെ തന്നെ നടക്കും. നല്ല ഐശ്വര്യമുള്ള മുഖലക്ഷണാണേ. നല്ല ഐശ്വര്യമുള്ള മുഖമാണ്. മുഖം നോക്കി ഫലം പറയട്ടെ തമ്പുരാ. ഓഹോ, നോക്കി കുറവാ. കരി കുറവാ. കണ്ണപ്പുണ്ണി തമ്പുരാന്റെ ഫലം നീ പറഞ്ഞതോളം മതി. ഇതിനേക്കാൾ പ്രസിദ്ധ ജ്യോത്സ്യന്മാര് പണ്ട് ഫലം പറഞ്ഞതിന്റെ സുഖവും ദുഃഖവും ഇപ്പൊ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നീ പോ. അയ്യോ തമ്പുരാക്കന്മാരെ, കാടും മലയും കടന്നു വേണം കുടിയിലെത്താൻ. നേരം ഇരുട്ടിപ്പോയി. ഞങ്ങള് ആ പൈത്തൊയത്തിനൊന്ന് കിടന്നോട്ടെ. ശരി, അവിടെ എവിടെയെങ്കിലും പോയി കിടന്നോളൂ. നോക്കി, ഇത് കണ്ണപ്പനുണ്ണിയാണോ? ഇത് ദുർഗാദാസനല്ലേ? ശരിയാണ് ചന്തു, അതേ അതേ ലക്ഷണം. ഇതിലെന്തോ ചതിയുണ്ട്. കണ്ണപ്പനുണ്ണിയും ദുർഗാദാസും ഒരാൾ തന്നെ. മാളോരം മയക്കാനുള്ള കപട വിദ്യ. ചതിയല്ല. ഇന്ന് രാത്രി നമുക്ക് എങ്ങനെങ്കിലും ഈ കുടിയിൽ അന്തി ഉറക്കാം. നേരും നെറിയേടും അറിഞ്ഞിട്ട് അവന്റെ തല കൊയ്തെടുക്കും. പിന്നീട് നേരെ പൊന്മണിക്കോട്ടയ്ക്ക് പട നയിക്കും. ചതിക്ക് ചതി. കുട്ടിയമ്മേ, നമ്മുടെ എല്ലാ ശത്രുക്കളെയും കൊന്നൊടുക്കാനുള്ള ഭാഗ്യം ഈശ്വരൻ നമുക്ക് തന്നിരിക്കുന്നു. അതെ, ഈ സമയം പാഴാക്കരുത്. ഈ കരിമൂർഖന്റെ വിഷം കേറി ആൺതരികളെല്ലാം പിടഞ്ഞു പിടഞ്ഞു മരിക്കണം. പെൺമണി കോട്ട പിടിക്കാൻ തുണയ്ക്ക് വന്നിരിക്കുന്നു ചതിയൻ ചന്തു. അതിന് തുണയ്ക്ക് പോകാൻ നിൽക്കുന്ന കണ്ണപ്പനുണ്ണി എന്റെ ആജന്മ ശത്രു. എന്താ ഈ രാത്രിയില്? കുഞ്ഞിദേവി ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ല ഏട്ടാ. അമ്മ പറഞ്ഞു കേട്ട അഴകിനേക്കാൾ 7 അഴകും കൂടി ഉണ്ട് എന്റെ ഏട്ടന്. ഒന്ന് സംസാരിക്കാൻ വേണ്ടി എത്ര നാളുകളായി ഞാൻ കാത്തിരിക്കുന്നു. പുടവ കൊടുക്കുന്നതിന് മുമ്പ് അന്യപുരുഷന്റെ അറയിലെത്തുന്നത് നല്ലതാണ്. പുടവ വാങ്ങിയില്ലെങ്കിലും എന്റെ എല്ലാമായി ഏട്ടനല്ലേ. കുഞ്ഞിദേവി, എന്നോട് പൊറുക്കി. കുഞ്ഞുനാളില് നിനക്ക് പുടവ തരാമെന്ന് ഏറ്റിരുന്നവനാണ് ഞാൻ. പക്ഷേങ്കില് വിധി എങ്ങനെയായി പോയി. പെൺമണിക്കോട്ടയിൽ പൊന്നിയമ്മ എന്നൊരു പെണ്ണിനെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. അവളുമായി കളിയായിട്ടും നടത്തി. പിന്നെ അത് കാര്യമായി കഥയായി. ഞാൻ അവൾക്ക് മനസ്സാ പുടവ കൊടുത്തു.
നീ കരയരുത്. നിനക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയൂ. ഇത്രയും നാൾ എന്തിനെന്നെ മോഹിപ്പിച്ചു? മനം കൊടുത്ത പെണ്ണിനെ മറന്ന് ഞാൻ മറ്റൊന്നും ചെയ്യില്ല. പൊന്നിയമ്മയ്ക്കല്ലാതെ മറ്റൊരു പെണ്ണിനും ഞാൻ പുടവ കൊടുക്കില്ല. ഇത് സത്യം. അയ്യോ, ഞങ്ങളല്ല തമ്പുരാൻ, ഞങ്ങളുടെ പാമ്പ്. അല്ലല്ല, ഒരു പാമ്പ് ഇതുവഴി ഓടി. അതിന് നോക്കിയപ്പോ 2 തമ്പുരാക്കന്മാർ ഇതിനെ ഓടി. ചാരന്മാർ, ചതിയന്മാർ. കുഞ്ഞിദേവി, നീ കയറി അങ്ങ് അഹങ്കരിച്ചാലുണ്ടല്ലോ. പറഞ്ഞില്ലെന്ന് വേണ്ട. നീ എന്തിനാ ഇപ്പൊ വീട്ടിൽ പോകുന്നത്? കാര്യം പറയും. അണ്ണപ്പനുണ്ണി, നിങ്ങൾ തമ്മിൽ വല്ല വാക്കേറ്റവും ഉണ്ടായോ? ഇല്ല മുത്തച്ഛ. എന്താ കുഞ്ഞിദേവി ഇത്? എനിക്ക് ചേട്ടനെ ഇഷ്ടമല്ല. ചേട്ടന്റെ കയ്യിൽ നിന്ന് ഒരിക്കലും ഞാൻ പുടവ വാങ്ങില്ല. നീ എന്ത് പറഞ്ഞു? എന്റെ പൊന്നു മോനെ നിനക്ക് ഇഷ്ടമില്ലെന്നോ? വേണ്ട, എന്റെ മോന് 100 പെണ്ണിനെ കിട്ടും. നേരും നിറയുമില്ലാത്തവൾ. 5-ാം വയസ്സിലെ കൃത്യകല്യാണവും നടത്തി പുടമുറിയും തന്ന് പറഞ്ഞുറപ്പിച്ചവരെ ഒരു രാവ് 2 കൊടുത്തപ്പോ ഇഷ്ടമില്ലെന്ന് വന്നോ? കുഞ്ഞു വരൂ. മോനെ, സമാധാനപ്പെടും. നിന്റെ മനസ്സ് വേദനിച്ചാൽ മരിച്ചെന്റെ തലയ്ക്ക് മീത് നിൽക്കുന്ന എന്റെ ആരോഗ്യന്റെ ആത്മാവാണടാ. സാരമില്ല മുത്തച്ഛ. അവളുടെ മനസ്സ് മാറുന്നവരെ ഞാൻ കാത്തിരിക്കാം. നീ പുത്തൂരം വീട്ടിലെ ആരോമൽച്ചേകവരുടെ മകനാണ്. നീ പറയിൻ, സത്യം പറയിൻ. അമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചാൽ അമ്മ സത്യം പറയും. അമ്മ പുത്തൂരം വീട്ടിലെ ആരോമൽച്ചേകവരുടെ ഭാര്യയാണ്. അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്നെപ്പോലിരിക്കുന്ന ഒരാളെ ഒരു ദിവസം കണ്ടുവന്ന്. അയാൾ ആരാണെന്ന്? എന്റെ അച്ഛന് മറ്റൊരു ബന്ധമുണ്ടായിരുന്നു. പറയുന്നമ്മേ, പറയുന്നമ്മേ. പറയാം പോലെ. മലനാട്ടിലെ ആൺതളകളെ തോൽപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ പൊന്നിയെ ഒരു പാഠം പഠിപ്പിച്ചടങ്ങൂ. കൂട്ടരെ, ഈ പെൺമണിക്കോട്ടയിൽ കടന്ന് എന്റെ നേർവങ്ങളെ എതിരിടാൻ വരുന്നവർ ആരായാലും ശരി, അവർ തിരിച്ചു പോവില്ല. നേരും നെറിയുമില്ലാത്ത കയ്യന്മാരിതാ പടയ്ക്ക് വരുന്നു. ആ ദുഷ്ടന്മാരോട് പൊരുതാൻ ശക്തി തരൂ ദേവി, ശക്തി തരൂ. ചന്തു, എന്റെ മകളുടെ കോട്ട പിടിച്ചടക്കാനാണോ നിന്റെ ഭാവം? എങ്കിൽ എന്റെ സദത്തിൽ ചവിട്ടി മാത്രമേ നിനക്കകത്ത് കിടക്കാൻ സാധിക്കുകയുള്ളൂ. കോട്ട മാത്രമല്ല, നിന്റെ മകൾ പൊന്നിയെയും പിടിച്ചുകൊണ്ടേ ചന്തു മടങ്ങും. എന്നെയും പറഞ്ഞുവിടും, എന്നെയും പറഞ്ഞുവിടും.
മരം വെട്ടിയാ? നിന്നെപ്പോലുള്ള ദുഷ്ടന്മാരെ കൊല്ലാനെത്തിയ ദുർഗാദാസ്. എന്തിനീ 100 കുന്തത്തിന്റെ ശക്തിയിൽ അട്ടഹസിക്കുന്നു? ചൂണയുണ്ടെങ്കിൽ ഒരു വാൾ എന്റെ കയ്യിൽ തരൂ. നിനക്ക് വാള് തരാമടാ. ഇവിടെയുള്ള എല്ലാ രഹസ്യങ്ങളും പരിശോധിക്കും. ഇവരെ പിടിച്ചു കെട്ടി കൊണ്ടുപോയി. എന്നെ വിടൂ, എന്നെ വിടൂ, എന്റെ പൊന്നാനെ. എന്നെ വിടൂ, എന്നെ വിടൂ, ഞാൻ പോട്ടെ. കൊല്ലട്ടെ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഞാൻ കണ്ണപ്പുണ്ണി ചേട്ടനെ ഉടനെ വിളിച്ചോണ്ട് വരാം. ധൈര്യമായിരിക്കും. പൊന്നി, ജീവൻ വേണമെങ്കിൽ പുറത്തു വരും. കണ്ണപ്പനുടെ കരളായ പൊന്നി, സുഖമാണോ? ആണുങ്ങളെ പുല്ലാക്കിക്കൊണ്ട് കടത്തനാട് വാഴാമെന്ന് കരുതിയ മഹാറാണി, നമസ്കാരം. ഒരു പെണ്ണിനെ കീഴടക്കാൻ കാട്ടാനയോളം തടിയുള്ള വമ്പന്മാരും കുന്തക്കാരും നിരന്ന് നിന്നിട്ട് മഞ്ഞ ചിരിച്ചിരിക്കുന്നു. പൊന്നി, വീരസ്യം പറഞ്ഞ് ചാവാൻ നോക്കണ്ട. ഇനിയും നിന്നെ രക്ഷിക്കാൻ ഞാൻ വിചാരിച്ചാൽ മതി. നമ്മൾ വിചാരിച്ചാൽ മതി. അങ്ങനെ ആര് വിചാരിച്ചാലും പൊന്നിയെ രക്ഷിക്കാനോ ശിക്ഷിക്കാനോ സാധ്യമല്ല. ഈ ചന്ത് വിചാരിക്കണം, ഇന്നു മുതൽ ഈ കോട്ടയുടെ അധിപൻ ഞാനാണ്. പെൺമണിക്കോട്ട പിടിച്ചടക്കിയത് ചന്തു തനിച്ചല്ല. അമ്പ്രാക്കന്മാർ കൽപ്പിക്കുന്നത് പോലെ ചൊല്ലിയാൽ കേൾക്കാൻ പാച്ചല കിട്ടില്ല. പൊന്നി, എനിക്ക് വേണ്ടപ്പെട്ടവളാണ്. ചന്തു, പാച്ചൻ പറയുന്നതും ശരിയാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ശരിയാണ്. പൊന്നിയെ കൊണ്ടുപോയി ആ മരം വെട്ടിയുടെ അടുക്കൽ നിർത്തി.